ഒരു നല്ല പടമാണ് ഓസ്ലർ. നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ഒരു നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്നൊരു സ്ക്രീൻ പ്ലേ ഉണ്ട്, നല്ലൊരു കഥയുണ്ട് സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. തുടക്കം മുതൽ അവസാനം വരെ അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമ പിടിച്ചെടുത്തും. യാതൊരു തരത്തിലുള്ള ലാഗോടിയോ ബോർഡിയോ നമുക്കില്ല. പക്ഷേ ഒരു ഗംഭീര ഐറ്റം എന്നൊന്നും പറയാനില്ല, ഒരു എബോ ആവറേജ് ഫ്ലിക്ക് എന്ന് പറയാം. കാരണം ഇതൊരു ഗംഭീര സിനിമ ആക്കാൻ പറ്റുന്ന ഒരുപാട് സ്പേസസ് സിനിമയിൽ ഉണ്ടായിരുന്നു. അതൊന്നും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ആക്കിയില്ല എന്നാണ് എനിക്ക് പല സമയത്ത് തോന്നിയത്. കാരണം ഇതിൻ്റെ സാധാരണ സിനിമകളിലൊക്കെ തന്നെ ഒരു പർട്ടിക്കുലർ ക്രൈം നടന്ന് അതിൻ്റെ പാസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ പല നേരത്തൊക്കെ നമുക്ക് ലാഗ് ഫീൽ ചെയ്യുമെങ്കിൽ ഈ സിനിമയിൽ അങ്ങനെയല്ല. ആ ഒരു മൊമെൻ്റാണ് ഈ സിനിമയുടെ ഏറ്റവും എലിവേറ്റ് ആവുന്ന ഒരു പോയിന്റ് എന്ന് പറയുക. അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് സീക്വൻസുകളൊക്കെ തന്നെയാണ്. അതും കുറേ നേരത്തേക്കുണ്ട്. സോ അത്തരത്തിൽ ആ സീക്വൻസുകളെല്ലാം ഗംഭീരമായിരുന്നെങ്കിലും തുടക്ക ഭാഗങ്ങളിൽ കാണിക്കുന്ന കുറേ ഇൻവെസ്റ്റിഗേറ്റീവ് കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഹൈ മൊമെൻ്റ് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ അഞ്ചാം പാതിരയൊക്കെ എടുത്താൽ അതിൽ ആ ഒരു നല്ലൊരു പ്രോപ്പർ ക്യാരക്ടർ സ്റ്റഡിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ കാര്യം ഒരു കഥാപാത്രം ചെയ്യണമെങ്കിൽ അതിനൊരു മോട്ടീവ് ഉണ്ടാവണം, ഒരു പുഷ് ഉണ്ടാവണം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ കുറച്ച് ലേസി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ എഴുതിയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എന്നാലും കണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ മറന്നു പോകും. ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. പക്ഷേ ഇതൊന്നും തന്നെ ആസ്വാദനത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. നമ്മൾ കാണുമ്പോൾ ഒരു ഗ്രാഫ് വരച്ച പോലെ കുറേ നല്ല ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ കുറേ വീക്ക് മൊമെൻറ്റ്സും ഉണ്ട്. സോ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ECG വരച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ ഇപ്പോൾ ടെയിൽ എൻഡ് നിർത്തുന്ന പോയിന്റ്, അതിന് തൊട്ട് മുമ്പുള്ള സ്പേസ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു ഇൻ്റർവൽ ബ്ലോക്കിന് മുമ്പുള്ളൊരു സാധനം, അങ്ങനെ പല പർട്ടിക്കുലർ പോയിന്റ്സിൽ സിനിമ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എലിവേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് നിർത്തുന്നുണ്ടെങ്കിലും ഒരു മൊത്തത്തിൽ കുറച്ചൊന്ന് ഫെയ്ഡായ പോലെ എനിക്ക് തോന്നി. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. ദെൻ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നമല്ല, ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ മമ്മൂക്കുണ്ടെന്ന് ഒട്ടുമിക്കല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ അതിൻ്റെ ഈ സിനിമ അനൗൺസ് ചെയ്ത സമയം മുതലേ പല കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ അറിഞ്ഞ് കേട്ട് വരുന്നുണ്ട്. ഇവണിപ്പോൾ ഇതിൻ്റെ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ കുറേ ഇൻ്റർവ്യൂസിലായിക്കോട്ടെ പല കാര്യങ്ങൾ, ഇവൺ ഇവർ പേപ്പറിലടക്കം ഒരു പോസ്റ്റർ അടക്കം കൊടുത്ത് ഇത് ആരാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് തന്നെയാണെന്ന്. ഇതിൻ്റെ ട്രെയിലറിലടക്കം വോയിസ് അടക്കമുണ്ട്. എന്തുകൊണ്ട് അതൊരു മെയിൻ പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിട്ട് ഇവർ എടുത്തില്ല എന്ന് എനിക്ക് തോന്നി. ഇതൊരു ക്യാമിയോ റോളൊന്നുമല്ല ഈ സിനിമയിൽ. ഈ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിലൊന്നാണ് മൂപ്പർക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് സ്പോയിലറൊന്നുമല്ല. എന്നിട്ട് അതിനെ മെയിൻ കണ്ടന്റ് നമ്മളിപ്പോൾ ഒരു വെറുതെ തലവട്ടം കാണിച്ചാൽ തന്നെ ബാക്കിയുള്ളവർ അതിനെ പ്രൊമോഷണൽ മെറ്റീരിയലായിട്ട് മാറ്റുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു റോൾ ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ഒരു മെഗാ സ്റ്റാർ വരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാണ്ട് അതിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എന്താണ് ഒരു ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ തരം സ്ട്രാറ്റജി ആയിരിക്കും, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ മൂപ്പറുടെയൊക്കെ ക്യാരക്ടറൊക്കെ അടിപൊളി. സോ മൊത്തത്തിൽ എല്ലാം തന്നെ കളറായിട്ടുണ്ട്, എല്ലാം തന്നെ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അഞ്ചാം പാതിര പോലെയൊക്കെ ഒരു അത്ര ഗംഭീരമായിട്ടുള്ള സാധനമായിട്ട് നമുക്ക് തോന്നില്ല. നമ്മൾ കണ്ടിറങ്ങി നമുക്കൊരു സാറ്റിസ്ഫൈങ് ഫീലാണെങ്കിലും നമ്മളൊരു വട്ടം കൂടി ഒന്ന് കാണുമെന്ന് ചോദിച്ചാൽ പക്ഷേ ഒരു ഒന്ന് ആലോചിക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊരു പടമാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക്. അതിനേക്കാൾ കൂടുതലായിട്ട് ഉയരേണ്ട കുറേ പോയിന്റ്സ് സിനിമയിലുണ്ടെങ്കിലും ഈ ലേസി റൈറ്റിംഗ് കാരണം കുറേ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ കുറേ കൂടി നന്നാക്കായിരുന്നു എന്ന് നമുക്ക് പേഴ്സണലി തോന്നിപ്പോകുന്നു. എന്നാൽ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു നല്ല ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഓസ്ലർ. സോ തീർച്ചയായിട്ടും സിനിമ നിങ്ങൾ കണ്ടുനോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.